അടിസ്ഥാനത്തിൽ ഇപ്പറഞ്ഞത് അപരാധമാണോ? ഇത് പഠിക്കാൻ മുജാഹിദുകൾ മദ്രസ തുടങ്ങി. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു കാലത്തും ലാ തജഅലുൽ ബനീന മദ്രസ ബൈലിയതഅല്ലമൂന. അറിവാളൻ ഇബ്നു തൈമിയ മുൻകാലം ലലാലത്തിന്റെ വിത്ത് പാകിയ കോലം. ജഹന്നമിന്റെ ആഖിറിലെ മീമ മദ്രസയുടെ ആഖിറും ജഹന്നമാ. ഈ പാട്ട് പാടിയിട്ട് പറഞ്ഞു വഅലമു യാ ഉമ്മത മുഹമ്മദ് ആളുൽ സലാത്തിയതി. എന്താ പറഞ്ഞത്? ഒരു കാലത്തും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. എന്താ കാര്യം? അത് പിഴച്ച മാർഗം. അത് പിഴച്ച മാർഗം എന്ന് മാത്രമല്ല, ജഹന്നം എന്ന പദം, ആ പദത്തിന്റെ അവസാനത്തെ അക്ഷരമായ മീമിൽ നിന്നാണ് മദ്രസയുടെ തുടക്കം. മദ്രസ തുടങ്ങിയ ആദ്യത്തെ അക്ഷരം ഏതാ? മീമ്. മീമ്. ആ മീമ് എവിടെയാ വേറെ കാണുന്നത്? ജഹന്നം എന്ന വാക്കിന്റെ ഒടുക്കത്തിലാണ്, അവസാനമാണ്. അപ്പൊ മദ്രസയുടെ ഒടക്കം ജഹന്നമിലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ഈ സമുദായത്തിൽ. ഇപ്പൊ വലിയ ജോറായിട്ട് പറയുന്നുണ്ട്, എന്ത് ഞങ്ങൾക്ക് 10,000 മദ്രസ ഉണ്ട്, 33,333 മദ്രസ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തുടക്കത്തിൽ എതിർത്തു മദ്രസ സംവിധാനത്തെ. 1930 മാർച്ച് മാസത്തിൽ മണ്ണാർക്കാട് വെച്ച് ചേർന്ന സമസ്തയുടെ പ്രമേയത്തിൽ പറഞ്ഞു, പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കുന്നത് ശറയിൽ മക്രൂഹാണെന്നും അത് പ്രത്യേകം പാടില്ലാത്തതാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, തീരുമാനിച്ചില്ലേ? 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയോട് ചോദിക്കുന്നു, ആ 100ാം വാർഷികം ആഘോഷിക്കുന്ന സദസ്സിൽ വെച്ച് മണ്ണാർക്കാട് വെച്ച് നമ്മൾ പാസാക്കിയ പ്രമേയം ഇതാ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയാൻ ചങ്കൂറ്റവും ധൈര്യവുമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ? ആരെങ്കിലും പറയൂ? പറഞ്ഞ സമുദായം സ്വീകരിക്കുമോ? സമസ്ത പറഞ്ഞു മുജാഹിദുകളോട് സലാം ചെല്ലാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ, പണ്ടൊന്നല്ല, 1985 പഠിച്ച ആരെങ്കിലും, സമസ്തയുടെ മദ്രസ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിദേഹത്തിന്റെ ആളുകൾക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ഇപ്പൊ ഉണ്ടോ ബുക്കിൽ? എന്താ ഇല്ലാത്തത്? മുക്കം ഫൈസി പറയുന്നുണ്ടല്ലോ, മുക്കം ഫൈസി പറയുന്നുണ്ട് ശിഹാബ് തങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച്, പൂക്കോയ തങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച്, ബാഫക്ക് തങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച്. ആ പാരമ്പര്യത്തിൽ നിന്ന് സമസ്തയെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകാനും അതിന് പകരം ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച കാന്തപുരം വിഭാഗത്തിലേക്ക് സമസ്തയെ കൊണ്ടുപോയി കെട്ടാനുമാണ് മുക്കം ഫൈസിയും അമ്പലക്കടവ് ഫൈസിയും ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ അവരുടെ പ്രശ്നം? എന്താ അവരുടെ പ്രശ്നം? തർക്കുൽ മുവാലാത്ത് പാലിക്കുന്നില്ല എന്നാ ഉമർ ഫൈസി പറഞ്ഞത്. എന്താ തർക്കുൽ മുവാലാത്ത്? മുജാഹിദുകളോട് സലാം ചെല്ലാൻ പാടില്ല, മുജാഹിദുകൾ സലാം ചെല്ലിയ മടക്കാൻ പാടില്ല, മുജാഹിദുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, മുജാഹിദുകളെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, മുജാഹിദുകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, മുജാഹിദുകൾക്ക് കെട്ടാൻ പാടില്ല. ഇതൊക്കെയല്ലേ? ഈ തർക്കുൽ മുവാലാത്ത് സ്വീകരിച്ചോ ബാഫക്കി തങ്ങൾ? ഈ തർക്കുൽ മുവാലാത്ത് സ്വീകരിച്ചോ മുക്കോയ തങ്ങൾ? ഈ തർക്കുൽ മുവാലാത്ത് സ്വീകരിച്ചോ പാലക്കാട് ശിഹാബ് തങ്ങൾ? ഇല്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് എ വി അബ്ദുറഹ്മാൻ ഹാജിയുടെ പേര് ശിഹാബ് തങ്ങൾ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയില്ല. വെട്ടിയോ? എ വി അബ്ദുറഹ്മാൻ ഹാജിയ വീട്ടിലെത്തിയാൽ സലാം ചൊല്ലിയാൽ സലാം മടക്കാതെ മാറി നിന്നോ പാലക്കാട് ശിഹാബ് തങ്ങൾ? അബൂഖാദർ കുട്ടിനഹ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിൽ സൂക്ഷിക്കുന്നയാളാണ് എന്നതുകൊണ്ട് അബൂഖാദർ കുട്ടിനഹ മരിച്ചപ്പോ മയ്യത്ത് നിസ്കരിക്കാതിരുന്നോ ശിഹാബ് തങ്ങൾ? ഇല്ല. തിരൂരങ്ങാടി യതീംഖാനയുടെ ക്യാമ്പസിനകത്തുള്ള പള്ളി, ആ പള്ളിക്ക് തറക്കല്ലിട്ടത് ബാഫക്കി തങ്ങളാണ്. കെ എം മൗലവിയും മുഹമ്മദ് മൗലവിയും നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിൽ പള്ളിയുണ്ടാക്കിയാൽ അവിടെ അറബിയിലാണ് ഖുത്ബ നടക്കുക എന്നറിയാത്തയാളല്ല ബാഫക്കി തങ്ങൾ. അവിടെ സുബ്ഹിയിൽ ഖുനൂത്തുണ്ടാവില്ല എന്നറിയാത്തയാളല്ല ബാഫക്കി തങ്ങൾ. അവിടെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ജുമാഅക്കും ജമാഅത്തുകളിലും പങ്കെടുക്കും എന്നറിയാത്ത ആളല്ല ബാഫക്കി തങ്ങൾ. എന്നിട്ടും ആ പള്ളിക്ക് തറക്കല്ലിടാൻ പോയി. അതായി സമുദായത്തിന്റെ പാരമ്പര്യം.
അത് തകർക്കാനാണ്, ആ ഒരു സമസ്തയെ നശിപ്പിക്കാനാണ് മുക്കം ഫൈസിയും അനുയായികളും ശ്രമിക്കുന്നത് എന്ന് ഈ നാട്ടിലെ സമസ്തയുടെ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ മഹിതമായ ഒരു പാരമ്പര്യം ഈ മദ്രസ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾ നേടിയെടുത്ത ആത്മീയ ബോധം അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. 1952 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് യോഗം ചേർന്നിട്ട് ആ ശഅബാൻ മാസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്കുള്ള സർക്കുലർ അയക്കുകയാണ് മദ്രസകളിലേക്ക്. എന്താ സർക്കുലർ എന്നറിയോ? 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വരാൻ പോവാണ്. മുമ്പൊക്കെ നടന്നതുപോലെ ആൺകുട്ടികൾ എഴുതിയും പെൺകുട്ടികൾക്ക് വാക്കുകൊണ്ടും പരീക്ഷ നടത്തേണ്ടതാണ്. അങ്ങനെ പരീക്ഷ എഴുതിയ സ്ത്രീകൾ മുഴുവൻ മരിച്ചു തീർന്നിട്ടില്ല ഈ നാട്ടിൽ, ഇല്ലേ? കയ്യെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസാക്കി പോവുകയല്ല ചെയ്തത്, പിന്നെയോ അത് നടപ്പിലാക്കി. മദ്രസ പൊതുപരീക്ഷകളിൽ പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവകാശം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറയാണ് സമസ്തയാണ് ഈ നാട്ടിലെ നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്നത്, സമസ്തയാണ് ഈ നാട്ടിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. എന്ത് മാറ്റം ഉണ്ടാക്കിയത്? പാടിയ വരി ഓർമ്മയുണ്ടോ? زليختنا خطت خطوطا إلى ربي وهل ذاك إلا من شرار الكتابة. കോഴിക്കോട് പന്നിയങ്കരയിൽ രവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സുലൈഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊന്നു, നടുറോട്ടിൽ വെച്ച് കുത്തിക്കൊന്നു. കാരണം അവർ പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിലുണ്ടായ പ്രശ്നം അത് നിരസിച്ചു. അങ്ങനെ സുലൈഖയോട് ദേഷ്യമായി കൊന്നു. മൂല്യന്മാര് പാടി എന്ത്? നമ്മളെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് രവിക്ക് കുറെ കത്തെഴുതി, പ്രേമലേഖനം എഴുതി. കയ്യെഴുത്ത് പഠിച്ചതിന്റെ ഷർറല്ലേ ഇത്? കയ്യെഴുത്ത് പഠിച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ ലവ് ലെറ്റർ എഴുതും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആരും കയ്യെഴുത്ത് പഠിപ്പിക്കണ്ട. മാറ്റമുണ്ടാക്കിയത് മുജാഹിദുകൾ.